ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലോജിക്കൽ റീസണിങ്ങളെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോജിക്കൽ റീസണിങ്ങളിലെ എല്ലാ 4 ചാപ്റ്ററിനും 5 മാർക്ക് വെച്ചിട്ടാണ് വെയിറ്റേജ് വരുന്നത്. 5 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 5 മാർക്കായിരിക്കും വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ടാവുക. ഇതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്ഷൻസ് മാത്രമാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ നിൽക്കുന്നതിന്റെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് നോക്കണ്ട, ഈ ഒരു ഗ്രാഫ് ഇതേപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു പ്ലസ് മാരാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് നോർത്താണ് വരിക, താഴത്തേക്ക് സൗത്ത് ആണ് വരിക. ലെഫ്റ്റ് ഭാഗത്ത് വെസ്റ്റും റൈറ്റ് ഭാഗത്ത് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലോജിക്കൽ റീസണിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോജിക്കൽ റീസണിലെ 4 ചാപ്റ്ററിനും 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. എല്ലാ ചാപ്റ്ററിനും 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മാർക്കാട്ടെ ഈ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ. ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. ഡയറക്ഷൻസ് കണ്ടുപിടിക്കാനാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ ആകെ നമുക്ക് ബൈഹാർട്ട് പഠിക്കാനെന്ന് പറയുന്നത് ഈ ഗ്രാഫ് മാത്രമാണ് ആകെ ബൈഹാർട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ അല്ല? ഒരു പ്ലസ് മാതിരി ഒരു സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്നതിന് നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പേജിൽ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, മുകളിൽ നോർത്താണ് വരിക, താഴെ സൗത്ത് ആണ് വരിക, ലെഫ്റ്റ് പാർട്ടിൽ വെസ്റ്റും റൈറ്റ് പാർട്ടിൽ ഈസ്റ്റും ആണ് വരിക. ഇത് ഇതേമാതിരി പഠിച്ചു വെച്ചാൽ മതി. ഇനി ഇങ്ങനെ ഇതിന്റെ ഹാഫ് കോർണർ എടുക്കുന്ന സമയത്ത് ഇവിടെ നോർത്തും വെസ്റ്റും അല്ല, അങ്ങനെയാണ് ഇവിടെ നോർത്ത് വെസ്റ്റ് ആയിരിക്കും വരാം. ഇവിടെ വെസ്റ്റും സൗത്ത് അല്ല വരാം, അങ്ങനെയാണ് ഇവിടെ സൗത്ത് വെസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ സൗത്ത് ഈസ്റ്റ് അല്ല വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ സൗത്ത് ഈസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. സൗത്ത് ഈസ്റ്റ് ആണ് വരുന്നുണ്ടാവുക. ഈ നോർത്തും ഈസ്റ്റും അല്ല, ഈ നോർത്തും ഈസ്റ്റിന്റെ ഇടയിലായിരിക്കും എന്ത് വരുന്നുണ്ടാവുക, നോർത്ത് ഈസ്റ്റ് വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഈ 4 ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സൗത്ത് വരാം, വെസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈസ്റ്റ് വരാം. ഈ നോർത്തിന്റെയും സൗത്തിന്റെയും ലെഫ്റ്റ് പാർട്ടിലായിരിക്കും വെസ്റ്റ് വരാം, റൈറ്റ് പാർട്ടിലായിരിക്കും ഈസ്റ്റ് വരാം. ഈ ഗ്രാഫ് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇതേപോലെ തന്നെ പഠിച്ചു വെക്കാം. പിന്നെ അവരൊരു സെന്റൻസ് വരും. ആ സെന്റൻസിൽ അനുസരിച്ചിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതെങ്ങനെയാണെന്നുള്ള പറയാം. അതിന് മുന്നേ ഈ ഒരു ചാപ്റ്ററിന് വരാൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സണ്ണിന്റെ ഡയറക്ഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. സണ്ണ് ഫേസ് ചെയ്യുന്നത് ഷാഡോ ഈ ഭാഗത്താണ്. ഷാഡോ ഞാൻ നിൽക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ ഷാഡോ ഇതിന്റെ ഭാഗത്താണ്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുമ്പോൾ ഇതിന്റെ ഷാഡോ ഈ ബിൽഡിങ്ങിന്റെ ഭാഗത്താണ് ഈവനിങ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് ഭാഗത്തേക്കാണ് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. സൺറൈസ് എവിടെ നിന്നാണ് വരുന്നത്? സൺറൈസ് ഈസ്റ്റ് നിന്നാണ് എന്ത് ചെയ്യുക, സൺറൈസ് വരുന്നത്. സൺസെറ്റ് എന്ന് പറയുന്നത് വെസ്റ്റിലാണ്. ഓക്കെ അല്ല? സൺ റൈസ് ചെയ്യുന്നത് ഈസ്റ്റിലാണ്, സൺ സെറ്റ് ചെയ്യുന്നത് വെസ്റ്റിലാണ്. വീണ്ടും സൺ റൈസ് ചെയ്യും, എവിടുന്ന് സൺ റൈസ് ചെയ്യും, വീണ്ടും ഈസ്റ്റിന് റൈസ് ചെയ്യും, വെസ്റ്റിൽ അസ്തമിക്കും. ഓക്കെ അല്ല? സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലും അസ്തമിക്കുന്നത് വെസ്റ്റിലുമാണ്. ദാറ്റ് മീൻസ് മോർണിംഗിൽ സൂര്യൻ ഉണ്ടാവുക, സൺ ഉണ്ടാവുക ഈസ്റ്റിലാണ്. ഈവനിങ്ങിൽ സൺ ഉണ്ടാവുക വെസ്റ്റിലാണ്. ഓക്കെ അല്ലെ? ഇതും കൂടി ജസ്റ്റ് മനസ്സിലാക്കി നോക്കട്ടെ. ഈ ഗ്രാഫും പഠിക്കുക, ഈ സണ്ണിന്റെ ഇതും പഠിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, മോഹൻ സ്റ്റാർട്ട് ഫ്രം പോയിന്റ് എ ആൻഡ് വാക്ക് 1 കിലോമീറ്റർ ടുവേർഡ് സൗത്ത്, ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 1 കിലോമീറ്റർ, ദെൻ ഹി ടേൺ ലെഫ്റ്റ് അഗെയിൻ ആൻഡ് വാക്ക് 1 കിലോമീറ്റർ, നൗ ഹി ഈസ് ഫേസിംഗ് എന്നാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ മീനിങ് നല്ല വൃത്തിക്ക് മനസ്സിലാക്കാന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സെന്റൻസ് ഉണ്ടാവില്ല, ആ സെന്റൻസിന്റെ മീനിങ് നല്ല വൃത്തിക്ക് മനസ്സിലാക്കാൻ, എന്നിട്ട് എന്താണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാന്നുള്ള. ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നോക്കാം കേട്ടോ. മോഹൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി എ എന്ന് പറഞ്ഞ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്തിന് നേരായിട്ട് നടക്കാണ്, ടുവേർഡ് സൗത്ത് ആയിട്ട് നടക്കാണ്. 1 കിലോമീറ്റർ നടന്നിട്ട്. അപ്പൊ സൗത്ത് എന്ന് പറയുന്നത് താഴത്തേക്കല്ല വരുന്നത് അല്ലെ? അപ്പൊ സൗത്തിന് ഡയറക്ഷനിൽ നടക്കാണ്. അതിനുശേഷം ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 1 കിലോമീറ്റർ. അയാൾ ഫേസ് ചെയ്തിട്ട്, ആ കുട്ടി ഫേസ് ചെയ്തിരിക്കുന്നത് സൗത്തിലേക്കാണ്. അങ്ങനെയാണ് സൗത്തിലേക്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് എങ്ങോട്ടേക്കായിരിക്കും വരുന്നുണ്ടാവാം, ഇങ്ങോട്ടേക്കല്ല, ലെഫ്റ്റ് വരാം. അയാൾ അങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആ ഭാഗത്തേക്ക് വരുന്നുണ്ടാവാം. ഞാൻ ഇവിടെ വീഡിയോയിലായതുകൊണ്ട്, നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് റൈറ്റും ലെഫ്റ്റും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കട്ടോ. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക. അയാൾ ഫേസ് ചെയ്തിരിക്കുന്നത് സൗത്തിലേക്കാണ്. സൗത്തിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് അല്ല. അപ്പൊ ഈസ്റ്റിന്റെ ഡയറക്ഷനിലേക്ക് 1 കിലോമീറ്റർ നടന്നു.
ഇങ്ങനെ ഡയറക്ഷൻ ഇങ്ങനെ വരച്ച് ഇങ്ങനെ അവർ പറയുന്ന ആ സെന്റൻസിനനുസരിച്ച് വരച്ച് 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 പോകട്ടോ. 1 കിലോമീറ്റർ നടന്നു. ദെൻ ഹി ടേൺ ലെഫ്റ്റ് അഗൈൻ, വീണ്ടും അയാൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്നാണ്. ഇപ്പൊ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും അല്ലെ, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അവിടെ നിന്നൊക്കെ വീണ്ടും 1 കിലോമീറ്റർ നടന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ, നൗ ഹി ഈസ് ഫേസിങ്, ഇപ്പൊ അയാൾ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, ഇപ്പൊ അയാൾ മുകളിലേക്കല്ല, മുകളിലേക്ക് എന്ന് പറയുമ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻസർ സി. ഓക്കെ അല്ലെ. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള സ്പെസിഫൈ ചെയ്ത് വായിക്കട്ടോ. ഇവിടെ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ആൻസർ വന്നു. ചിലപ്പോൾ എന്തായിരിക്കും, ഇപ്പൊ അയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇപ്പൊ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തത്. അപ്പൊ ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിൽ മാറും. അതിനനുസരിച്ച് വായിച്ചിട്ട് ചെയ്യണം. നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനും ചെയ്ത് നോക്കട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതേ കൈൻഡ് ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. സുരേഷ് സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ്, വാക്ക് 2 miles ടുവേർഡ്സ് സൗത്ത്. ഞാൻ ആ വായിക്കുന്നതിന്റെ കൂടെ തന്നെ ഡയറക്ഷൻ വരച്ചു പോകുന്നുണ്ട്. ഇത് ഫസ്റ്റത്തെ എൻ്റെ ആൻസർ ആണ് കേട്ടോ. ഇത് രണ്ടാമത്തേതാട്ടോ പറയുന്നത്. സുരേഷ് എന്ന് പറഞ്ഞ ആള് ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു ടുവേർഡ്സ് 2 miles, വാക്ക് 2 miles ടുവേർഡ്സ് സൗത്ത് എന്ന് പറഞ്ഞാൽ താഴത്തേക്കല്ലേ, 2 mile നടന്നു. മൈലോ കിലോമീറ്ററോ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ നമ്പർ മാത്രം കൊടുത്താൽ മതി. മൈൽസ് ആണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്പർ പറയുന്നത് ആ നമ്പർ കൊടുത്താൽ മതി കേട്ടോ. 2 miles ടുവേർഡ്സ് സൗത്ത് കൊടുത്തു. ടേൺ റൈറ്റ്, ഇയാളുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കല്ലേ വരാം. ഇയാൾ റൈറ്റിലേക്ക് തിരിഞ്ഞു. ടേൺ റൈറ്റ് ആൻഡ് വാക്ക് 1.5 mile ആണ്. അപ്പോൾ 1.5 എന്ന് കൊടുത്തു. ടേൺ ലെഫ്റ്റ്, വീണ്ടും അയാൾ ലെഫ്റ്റിലേക്കാണ് തിരിയുന്നത്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇയാൾ ഫേസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സൗത്തിലേക്കാണ്, വെസ്റ്റിലേക്കാണ് ഇപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റിന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ സൗത്തിലേക്ക് വരും. ജസ്റ്റ് അതിന്റെ ഒരു ഡയറക്ഷനിൽ പോയാൽ മതി കേട്ടോ. 1/2 കിലോമീറ്റർ നടന്നു. ദെൻ ഹി ടേൺ ബാക്ക്, പിന്നെ അയാൾ ബാക്കിലേക്ക് ടേൺ ചെയ്തു എന്നാണ് പറയുന്നത്. ബാക്കിലേക്ക് ടേൺ ചെയ്യാന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്യുന്നു ഇതൊന്നുമല്ല. അപ്പോൾ അയാൾ നിൽക്കുന്നത് ഇങ്ങനെയാണെന്ന് ക്ലിയർ ടേൺ ബാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു. അപ്പൊ അയാൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സൗത്തിലേക്കായിരുന്നു. പിന്നെ അയാൾ തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അയാൾ ഇങ്ങോട്ടേക്കല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പറയുമ്പോൾ അയാൾ ടേൺ ബാക്ക് എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഹി ഈസ് ഫേസിങ് നൗ? ഇപ്പൊ അയാൾ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്? ഇപ്പൊ അയാൾ ഫേസ് ചെയ്ത് നിൽക്കുന്നത് നോർത്തിലേക്കല്ലേ. ഇവിടെ നോർത്തല്ലേ വരുന്നത്, മുകളിൽ നോർത്തല്ലേ വരുന്നത്. അപ്പൊ അയാൾ ഇപ്പൊ ഫേസ് ചെയ്ത് നിൽക്കുന്നത് നോർത്തിലേക്കല്ലേ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി, നോർത്താണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലെ. ഇപ്പൊ അയാൾ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്? ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നൗ ഹി ഈസ് ഫേസിങ്, ഇപ്പൊ അയാൾ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഇതിലും അങ്ങനെ അതന്നെ ചോദിച്ചല്ല, ഡയറക്ഷൻ ഹി ഈസ് ഫേസിങ് നൗ. ഓക്കെ അല്ലെ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ ചൈൽഡ് വാക്ക് 25 feet ടുവേർഡ്സ് നോർത്ത്. ഒരു കുട്ടി നോർത്തിലേക്ക് 25 കിലോമീറ്റർ നടന്നു. ഞാൻ ആദ്യം തന്നെ ഡയറക്ഷൻ വരച്ചു വെക്കുകയാണ്. നോർത്ത് ഇതാണ്, സൗത്ത് ഇതാണ്, വെസ്റ്റ് ഇതാണ്, ഈസ്റ്റ് ഇതാണ്. കുട്ടി ആദ്യം നോർത്തിലേക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് 25 കിലോമീറ്റർ നടന്നു, 25 feet നടന്നു. ചിലപ്പോൾ 25 എന്ന് കൊടുത്തു. ടേൺ റൈറ്റ്, ഈ ഡയറക്ഷന്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കല്ല വരാം. റൈറ്റ് 40 feet എന്നാണ് പറയുന്നത്. 40 feet നടന്നു. ടേൺ റൈറ്റ്, വീണ്ടും റൈറ്റ് എന്ന് പറയുമ്പോൾ താഴ് ഭാഗത്തേക്കല്ല വരാം. അയാൾ ഫേസ് ചെയ്ത് നിൽക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ആ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ അയാളുടെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ താഴത്തേക്ക് വരും. ഓക്കെ അല്ലെ. താഴത്തേക്ക് എത്ര കിലോമീറ്റർ നടന്നു എന്നാ പറയുന്നത്? 45 feet താഴത്തേക്ക് പോയി. ഓക്കെ അല്ലെ. 45 feet താഴത്തേക്ക് പോയി. ഹി ദെൻ ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 20 feet. വീണ്ടും അയാൾ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. അയാള് ഈ സൗത്തിന്റെ ഡയറക്ഷനിലാണ് വരുന്നത്. അതിന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കല്ലേ പോവാ. എത്ര കിലോമീറ്റർ നടന്നു എന്ന് പറഞ്ഞാൽ 20 feet നടന്നു എന്ന് പറഞ്ഞാൽ 20 മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂടെ എത്ര ആണെന്നുള്ളത് മാർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എന്താ ലാസ്റ്റ് ഫൈനൽ എന്താ ആൻസർ ആണെന്ന് അറിയില്ല. അപ്പൊ അതിന്റെ കൂടെ നമ്പറും കൂടി മാർക്ക് ചെയ്ത് പോവാ. 20 feet നടന്നു. ഹി ടേൺ ലെഫ്റ്റ് അഗെയിൻ ആൻഡ് 20 feet. വീണ്ടും അയാൾ എന്ത് ചെയ്തു? വീണ്ടും അയാൾ നിൽക്കുന്നിടത്ത് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ മുകൾ ഭാഗത്തേക്ക് നടന്നു. 20 feet നടന്നു എന്നാണ് പറയുന്നത്. 20 feet നടന്നു. ഫൈനലി ഹീസ് ടേൺ ടു ഹിസ് ലെഫ്റ്റ്. വീണ്ടും അയാൾ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് നടന്നു എന്ന് പറയുന്നത്. അയാൾ ഈ ഡയറക്ഷനിലാണ്. ഇത് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് വരും. ലെഫ്റ്റിലേക്ക് നടന്നു. ഓക്കെ. ലെഫ്റ്റിലേക്ക് എത്ര കിലോമീറ്റർ തന്നെ നടന്നിട്ടുള്ള? 20 feet. 20 feet എന്ന് പറയുന്നത് ഇവിടെയും 20 എന്നല്ലേ വരുന്നത്. അപ്പൊ ക്ലിയർ ഈ ഡയറക്ഷൻ തന്നെ വന്നില്ല. ഇവിടെ സെയിം ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ 20 feet എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ.
ഇത് ടോട്ടൽ 45 ഫീറ്റ് വരുന്നത്. ഇവിടെ 20 ഫീറ്റ് ഉണ്ട്, ഇവിടെ 20 ഫീറ്റ് ആണ്. അപ്പൊ ഇവിടെ എത്ര ഫീറ്റ് ഉണ്ടാവും? 25 ഫീറ്റ് അല്ലേ? അപ്പൊ ക്ലിയർ, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഈ ഡയറക്ഷൻ തന്നെയല്ല വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ചൈൽഡ് ഫ്രം ഹി സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇപ്പൊ ആ കുട്ടി അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്ന് ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റിന്ന് ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? ഈസ്റ്റ് ഡയറക്ഷനിലല്ലേ വരുന്നത് അല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ ഈസ്റ്റ് ഡയറക്ഷനിലല്ലേ ഇപ്പൊ ആ കുട്ടി നിൽക്കുന്നത്? എന്താ വെച്ചിട്ടുള്ളത്? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ചൈൽഡ് ഫ്രം ഹി സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഇപ്പൊ ചൈൽഡ് ഏത് ഡയറക്ഷനിലാണുള്ളത്? നേരത്തെ ദിവസത്തിൽ എന്തായിരുന്നു? ആള് ഏത് ഭാഗത്തേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്നായിരുന്നു നേരത്തെ ദിവസത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഫ്രം ഹി സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് ചോദിച്ചത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇപ്പൊ ആ കുട്ടി ഏത് ഡയറക്ഷനിലാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇവിടുന്ന് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് പറയുന്നത്. നോക്കിയല്ലോ ക്വസ്റ്റ്യൻ വന്നുള്ള വേരിയേഷൻ മനസ്സിലായില്ലേ? ഇനി അടുത്ത് 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കെ ഈസ് എ പ്ലേസ് which is located 2 kilometers away in the northwest direction from the capital P. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? വീണ്ടും ഞാൻ ഇതിന്റെ ഡയറക്ഷൻ വയ്ക്കുകയാണ്. നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ഓക്കെ അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വരയ്ക്കും. അപ്പൊ കെ എന്ന് പറയുന്നത് പീന്റെ നോർത്ത് വെസ്റ്റിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പി എന്ന് വരച്ചു. പീന്റെ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ പീന്റെ നോർത്ത് വെസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ള. പീന്റെ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ടുള്ള വരാം. പി ഇവിടെ ആണെന്നിന്റെ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരാം. ഇവിടാണ് കെ ഉള്ള എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ? പീന്റെ നോർത്ത് വെസ്റ്റിലാണ് കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? കെ ഈസ് പ്ലേസ് വിച്ച് is located 2 kilometers away in the northwest direction from the capital P. പീന്റെ നോർത്ത് വെസ്റ്റിലാണ് കെ ഉള്ളതെന്ന്. ആർ ഈസ് അനദർ പ്ലേസ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് 2 kilometers എന്ന് പറയുന്നുണ്ട് കേട്ടോ. 2 kilometers away in the north south direction from K. Kന്റെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ആർ ഉള്ളതെന്ന് പറഞ്ഞത്. സൗത്ത് ഇപ്പൊ ഇവിടാണ് കെ ഉള്ളതെന്നുണ്ടെങ്കിൽ കെന്റെ സൗത്ത് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരില്ല. കെന്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് വരില്ല. ഇവിടാണ് എന്തുള്ളതെന്ന് പറഞ്ഞാൽ ആർ ഉള്ളത്. ഈ ആറിനായിട്ടുള്ള ഡിസ്റ്റൻസും എത്ര തന്നെ വരുന്നത്? 2 kilometers എന്നാണ് വരുന്നത്. അപ്പൊ ക്ലിയർ പീന്റെ നേരായിട്ട് തന്നെ വരൂലേ? ഓക്കെ. ഇനി അടുത്ത സെന്റൻസ് പറയുന്നത് എം ഈസ് അനദർ പ്ലേസ് ആൻഡ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് 2 kilometers അവേ ഇൻ ദ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഫ്രം ആർ. ആറിന്റെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് എന്തുള്ളത്? എം ഉള്ളതെന്ന് പറഞ്ഞാൽ. ആറിന്റെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് എങ്ങോട്ട് വരും? മുകളിലേക്ക് വരില്ല. ഇവിടാണ് എന്തുള്ളതെന്ന് പറഞ്ഞത്? എം ഉള്ളത്. എമ്മിനായിട്ടുള്ള ഡിസ്റ്റൻസ് എത്ര തന്നെയാന്ന് പറഞ്ഞിട്ടുള്ളത്? 2 kilometers ആണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ല? അപ്പൊ അതും മാർക്ക് ചെയ്തു. ഇനി അടുത്ത പറയുന്നത് ടി ഈസ് യെറ്റ് അനദർ പ്ലേസ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് 2 kilometers അവേ ഇൻ ദ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഫ്രം എം. എമ്മിന്റെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ 2 kilometers അവയിലാണ് എന്തുള്ളത്? ടി ഉള്ളത്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴെ എമ്മിന്റെ എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. എമ്മിന്റെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ടി ഉള്ളത്. എമ്മിന്റെ. ഓക്കെ അല്ല? അല്ലാണ്ട് എല്ലാം പി ആയിട്ട് കണക്ട് ആവരുത് കേട്ടോ. ആർ ഈസ് അനദർ പ്ലേസ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അവേ ഇൻ ദ സൗത്ത്. എന്ന് പറയുമ്പോൾ കേന്റെ നാട്ടോ അർത്ഥം വരുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ എല്ലായിടത്തും ഇന്താന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്? എമ്മിന്റെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ടി ഉള്ളത്. 2 kilometers അവേ തന്നെ വരുന്നത്. മീൻസ് ആറിന്റെ നേരെ തന്നെ വരും. ഓക്കെ അല്ലെ? ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ടി ലൊക്കേറ്റഡ് ഇൻ റിലേറ്റഡ് ടു പി. ഈ സ്റ്റേറ്റ്മെന്റ് അർത്ഥം, ഈ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് അർത്ഥം എന്താണ്? പിന്റെ ഏത് ഡയറക്ഷനിലാണ് ടി ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്റെ ഏത് ഡയറക്ഷനിലാണ് ടി ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? പിന്റെ ഏത് ഡയറക്ഷനിലാണ് ടി ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? പിന്റെ ഏത് ഡയറക്ഷനിലാണ് ടി ഉള്ളത്? പി ഇതല്ല. ഇതാണ്ട സ്റ്റേറ്റ്മെന്റ് അർത്ഥം. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ടി ലൊക്കേറ്റഡ് റിലേറ്റഡ് ടു പി. പിന്റെ ഏത് ഡയറക്ഷനിലാണ് ടി ഉള്ളത്? പി ഇതല്ല. പിന്റെ ഏത് ഡയറക്ഷനിലാണ് ടി ഉള്ളത്? വെസ്റ്റ് ഡയറക്ഷനിലല്ല. പി ഇതാണെന്നുണ്ട്. പിന്റെ ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പൊ പിന്റെ ഏത് ഡയറക്ഷനിലാണ് ടി ഉള്ളത്? വെസ്റ്റ് ഡയറക്ഷനിലല്ലേ? അപ്പൊ ഓപ്ഷൻ സി. ഓക്കെ. 2 എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നുള്ള ഒരു മീനിങ് ആട്ടോ ഇവിടെ വരുന്നത്. 2 എന്ന് പറഞ്ഞാൽ ഇന്ത്യ. പിന്റെ ഏത് ഡയറക്ഷനിലാണ് ടി ഉള്ളത്? 2 എന്ന് പറഞ്ഞാൽ ഇന്ത്യ. ഓഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നുള്ളൊരു മീനിങ് ആട്ടോ. 2ക്കും ഓഫിനൊക്കെ നേരം ഇന്ത്യ എന്നുള്ള മീനിങ് വരാം. അപ്പൊ പിന്റെ ഏത് ഡയറക്ഷനിലാണ് ടി ഉള്ളത്? പിന്റെ ഏത് ഡയറക്ഷനിലാണ് ടി ഉള്ളത്? ഓക്കെ അല്ലെ? അല്ലാണ്ട് ടീന്റെ ഡയറക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഈ നോർത്ത്
ടീന്റെ ഡയറക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഈസ്റ്റ് എന്ന് വരും. അപ്പൊ ആൻസർ തെറ്റും. അതുകൊണ്ടാണ് അവിടെ ഇംഗ്ലീഷിന്റെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. പീന്റെ ഏത് ഡയറക്ഷനിലാണ് ടി ഉള്ളത്? ഓക്കെ അല്ലെ? ഇവിടെ അതേപോലെ തന്നെ ആയിരുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ ഏത് ഡയറക്ഷനിലാണ് ചൈൽഡ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരുന്നത്. ഓക്കെ അല്ലെ? ഇതാണ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള ഡയറക്ഷൻ. നേരത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ ഡയറക്ഷൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം 2 പോയിന്റ് വന്നിട്ട് ആ 2 പോയിന്റും തമ്മിലുള്ള ഡയറക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്നായിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്നായിരുന്നു ഫസ്റ്റ്. ഇപ്പൊ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുള്ളത്. ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഏത് ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ ഫേസ് ചെയ്ത് നിൽക്കുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഏത് ഡയറക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഇപ്പൊ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 പോയിന്റ് വന്നിട്ട് ആ 2 പോയിന്റും തമ്മിലുള്ള ഡയറക്ഷൻ. ഓക്കെ അല്ലെ? ഇനി അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 5 ബോയ്സ് ABCD ആൻഡ് E ആർ സിറ്റിംഗ് ഇൻ എ പാർക്ക് ഇൻ എ സർക്കിൾ. A ഈസ് ഫേസിംഗ് സൗത്ത് വെസ്റ്റ്, D ഈസ് ഫേസിംഗ് സൗത്ത് ഈസ്റ്റ്, B ആൻഡ് E ആർ റൈറ്റ് ഓപ്പോസിറ്റ് ആൻഡ് A ആൻഡ് D റെസ്പെക്റ്റീവ്ലി, ആൻഡ് C ഈസ് ഇക്വി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ D ആൻഡ് B. വിച്ച് ഡയറക്ഷൻ ഈസ് C ഫേസിംഗ്? ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഡയറക്ഷൻ വരയ്ക്കുകയാണ്. ഓക്കെ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. സർക്കിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മളിത് വരച്ചിട്ട് ഇതിൽ മാർക്ക് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് കിട്ടും. ഓക്കെ അല്ലെ? ഇവിടെ സൗത്ത് വെസ്റ്റ് എന്ന് വരും. ഓക്കെ അല്ലെ? ഫസ്റ്റ് പറയുന്നത് A ഈസ് ഫേസിങ് സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റിനെ ഫേസ് ചെയ്തിട്ടാണ് A ഉള്ളത്. ദാറ്റ് മീൻസ് A അപ്പൊ ഇവിടെ അല്ല ഉണ്ടാവുക. സൗത്ത് വെസ്റ്റിനെ ഫേസ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവും. നമ്മൾ സർക്കിൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് നോക്കിയിട്ടായിരിക്കുമല്ലോ ഇരിക്കുക. നമ്മളൊരു സർക്കിൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ 5 ആൾക്കാർ സർക്കിൾ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പൊ ഞാൻ സൗത്ത് വെസ്റ്റിനെ ഡയറക്റ്റ് ചെയ്തിരിക്കാൻ പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുമല്ലോ ഞാൻ ഇരിക്കുന്നുണ്ടാവാം. A എന്ന് പറഞ്ഞ ആൾ ഇരിക്കുന്നുണ്ടാവാം. അതായത് D ഈസ് ഫേസിങ് സൗത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റിനെ ഫേസ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്? D ഇരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഇതല്ല, ഇതിനെ ഫേസ് ചെയ്തിട്ട് ഇരിക്കാന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ ഇരിക്കുക. സൗത്ത് ഈസ്റ്റിനെ ഡയറക്റ്റ് ചെയ്തിട്ടാണ് D ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൗത്ത് ഈസ്റ്റിനെ ഡയറക്റ്റ് ചെയ്തിട്ട് D എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സർക്കിൾ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ സെന്ററിലേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ D എന്ന് പറയുന്നത് സെന്ററിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ സൗത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന സമയത്ത് D ഇവിടെ അല്ലേ വരാം. ഓക്കെ, പിന്നെ അടുത്ത പറയുന്നത് B ആൻഡ് E ആർ റൈറ്റ് ഓപ്പോസിറ്റ് A ആൻഡ് D. എൻ്റെയും ഡിന്റെയും ഓപ്പോസിറ്റിലാണ് ബിയും ഇ ഉള്ളതെന്നാണ് പറഞ്ഞത്. ബി എന്തിന്റെ ഓപ്പോസിറ്റിലുള്ളത്? എന്റെ ഓപ്പോസിറ്റ്. എ ഇവിടെ അല്ല വരുന്നത്, എന്റെ ഓപ്പോസിറ്റ് എന്നാണ് ഇവിടെ അല്ല. അപ്പൊ ഇവിടെയാണ് ബി ഉള്ളത്. ഓക്കെ, ഇ എന്ന് പറയുന്നത് ഡിന്റെ ഓപ്പോസിറ്റ്. ഡിന്റെ ഓപ്പോസിറ്റിലാണ് ഇ ഉള്ളത്. അപ്പൊ ഈ ഇവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ അല്ലെ? പിന്നെ അടുത്ത് പറയുന്നത് ഡി ഈസ് ഇക്വി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡി ആൻഡ് ബി. ഡിന്റെയും ബിന്റെയും ഇക്വി ഡിസ്റ്റൻസിലാണ് എന്തുള്ളത്? സി ഉള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ ആയിരിക്കും സി വരുന്നുണ്ടാവുക. ഇപ്പൊ 5 ആളും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിന്റെയും ഇവിടെ ബി ആയിട്ടുള്ളത്, ബിന്റെയും ഡിന്റെയും ഇക്വി ഡിസ്റ്റൻസിലാണ് ഡി ഉള്ളത്. ദാറ്റ് മീൻസ് ബിന്റെയും ഡിന്റെയും സെൻട്രലാണ് സി ഉള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നാൽ വിച്ച് ഡയറക്ഷൻ ഈസ് സി ഫേസിങ്? സി ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? സി ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? ഈസ്റ്റിനല്ലേ. അപ്പൊ ആൻസർ വരുന്നത് ഈസ്റ്റ്. ഇവിടെ 4 അല്ല കേട്ടോ, ഡി ആണ്. ഓക്കെ, ഏത് ഡയറക്ഷനാണ് സി ഫേസ് ചെയ്തിരിക്കുന്നത്? ഈസ്റ്റ് ഡയറക്ഷനാണ് ഫേസ് ചെയ്തത്. ഇതാണ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. നമ്മൾ സർക്കിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അസംഷൻ ആണ്, അല്ലെങ്കിൽ പുറത്തേക്കാണ് എന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയും. ഓക്കെ അല്ലെ? ഇപ്പൊ സി എന്ന് പറയുന്നത് ഏതിനാണ് ഡയറക്റ്റ് ഫേസ് ചെയ്തിട്ടിരിക്കുന്നത്? ഈസ്റ്റിനാണ് ഫേസ് ചെയ്തത്. സർക്കിൾ ആയിട്ട് ഇരിക്കുമ്പോൾ 5 ബോയ്സ് സർക്കിൾ ആയിട്ട് ഇരിക്കുക, പാർക്കിൽ സർക്കിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഫേസ് ടു ഫേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇരിക്കുക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് എടുക്കട്ടോ. സർക്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് അതിനുള്ളിൽ മാർക്ക് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ല. അപ്പൊ നമ്മളെ കൺഫ്യൂഷൻ കുറെയൊക്കെ കുറഞ്ഞു കിട്ടും. ഇനി അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡെയിലി ഇൻ ദ മോർണിംഗ് ദ ഷാഡോ ഓഫ് ഗോൾ ഗംബാസ് fall on Baragaman, and in the evening the shadow of Baragaman fall on Gol Gambas exactly. So in which direction is Gol Gambas to Baragaman? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗിൽ ഈ ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഷാഡോ ബാരോന്റെ പുറത്താണ് വരുന്നത്. ദാറ്റ് മീൻസ് ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഷാഡോ ബറാന്റെ പുറത്താണ് വരുന്നത്. ഗോളിന്റെ ഷാഡോ ബറാന്റെ പുറത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ സണ്ണ് മോർണിംഗിൽ എവിടെ ആയിരിക്കും? ഗോളിന്റെ അടുത്തായിരിക്കില്ല. മോർണിംഗിൽ സണ്ണ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഈസ്റ്റിലല്ലേ. അപ്പൊ ഇവിടെ ഈസ്റ്റ്. ഓക്കെ അല്ലെ? ഇനി ഈവനിങ്ങിൽ ബറാന്റെ ഷാഡോ ഗോളിന്റെ
എക്സാക്ട്ലി ഗോളിന്റെ മുകളിലാണ് ഷാഡോ വരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈവനിങ്ങിൽ സൺ എവിടാന്ന് പറഞ്ഞത് ഈ ബാളിന്റെ ബാക്കിലായിട്ട് വരും സണ്ണ്, അതുകൊണ്ടാണ് ബാളിന്റെ ഷാഡോ ഗോൾഡ് വരുന്നത്. അപ്പൊ ഈവനിങ്ങിൽ ബാളിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ബാൾ ഏത് ഡയറക്ഷനിലായിരിക്കും വരുന്നുണ്ടാവുക, വെസ്റ്റിലായിരിക്കും ബാൾ ഉണ്ടാവുക. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഗോൾ ഗംബാസ് ടു ബറാൻ ഗമർ, ബറാൻ ഗമാന്റെ ഏത് ഡയറക്ഷനിലാണ് ഗോൾ ഉള്ളത്, ബറാന്റെ ഏത് ഡയറക്ഷനിലാണ് ഗോൾ ഉള്ളത്. ഓക്കെ, രണ്ടാമത് വരുന്ന വേണം നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ആ സെന്റൻസ് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് വരുന്ന സെന്റൻസ് ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ബറാൻ, അത് ഇംഗ്ലീഷിൽ കുറച്ച് നോളജ് കുറവുള്ള ആൾക്കാരോടാട്ടത് പറഞ്ഞു തന്നെ. ബറാഗമാൻ എന്ന് പറയുന്നത് എന്തിന്റെ ഡയറക്ഷനിലാണ്, ബറാൻ കമാൻഡ് ഏത് ഡയറക്ഷനിലാണ് ഗോൾ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബറാൻ കമാൻഡ് ഏത് ഡയറക്ഷനിലാണ് ഗോൾ വരുന്നത്, ബറാൻ കമാൻഡ് ഏത് ഡയറക്ഷനിലാണ് ഗോൾ വരുന്നത്, ഈസ്റ്റ് ഡയറക്ഷൻ അല്ല, ഈ ബറാൻ കമാൻഡ് ഈസ്റ്റ് സൈഡിലല്ലേ എന്ത് വരുന്നത് ഗോൾ വരുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ഈസ്റ്റ് സൈഡ് എന്നാണ് ആൻസർ വരാം. ഓക്കെ അല്ലേ? ഓക്കെ, ഞാനിവിടെ ഗോൾ ഇവിടെ വരച്ചിട്ട് പിന്നെ ബാൾ ഇവിടെ വരച്ചതുകൊണ്ടാണ് ഈസ്റ്റ് ഇവിടെയും വെസ്റ്റ് ഇവിടെയും ആയത് കേട്ടോ. ശരിക്കും വരയ്ക്കേണ്ടത് ഗോൾ ഇവിടെ, ബാൾ ഇവിടെ. മോർണിംഗിൽ സൺ ഇവിടെ ഉണ്ടാവും, ഷാഡോ എവിടെ വരും, ബാളിന്റെ പുറത്ത് വരും. ഈവനിങ്ങിൽ സൺ ഇവിടെ ഉണ്ടാവും, ഷാഡോ എവിടെ വരും, ഗോളിന്റെ ഇവിടെ വരും. അങ്ങനെയാണ് ബാൾ ഏത് ഡയറക്ഷനിലാണ് ഗോളിനായിട്ട് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്, ഗോളിന്റെ ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഗോൾ ഉള്ളത്, ബാളിന്റെ ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഗോൾ ഉള്ളത്. ദാറ്റ് മീൻസ് എന്ന് വരും. ഇതാണ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. എന്തിനെ കണക്ട് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സണ്ണിനെ കണക്ട് ചെയ്ത്, സണ്ണിന് ഷാഡോനെ കണക്ട് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. മോർണിംഗിൽ സണ്ണ് ഈസ്റ്റിലായിരിക്കും ഉണ്ടാവുക, ഈവനിങ്ങിൽ സണ്ണ് വെസ്റ്റിലായിരിക്കും ഉണ്ടാവുക. അതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ, അത് മനസ്സിലാക്കി വെക്കണേ. ഇങ്ങനെ ഈ ഒരു 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ളത്. ഇതൊക്കെ ഇനി ഇതേ സെയിം കൈൻഡ് പാറ്റേൺ വരുന്ന ക്വസ്റ്റ്യൻ തന്നെ ആട്ടോ വരുന്നത്, സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്, സെയിം പാറ്റേൺ തന്നെ വരുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, ഫേസ് ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് പഠിച്ചിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് പോയിന്റിന്ന് ഇപ്പൊ ഉള്ള പോയിന്റിലേക്കുള്ള ഡയറക്ഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത്. മൂന്നാമത് പഠിച്ചിട്ടുള്ളത് 2 പോയിന്റ് തരും, 2 പോയിന്റ് വന്നിട്ട് ഈ 2 പോയിന്റും തമ്മിലുള്ള ഡയറക്ഷൻ, ഒന്നുകിൽ പി ടീന്റെ ഏത് ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ ടി പിന്റെ ഏത് ഡയറക്ഷനാണ്. പിന്നെ 4 സണ്ണും ഷാഡോയും തന്നിട്ടുള്ളത്. സണ്ണും ഷാഡോയും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മോർണിംഗിൽ ഈസ്റ്റിലായിരിക്കും സൺ ഉണ്ടാവുക, ഈവനിങ്ങിൽ വെസ്റ്റിലായിരിക്കും സൺ ഉണ്ടാവുക. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണേ. സൺ റൈസ് ചെയ്യുന്നത് ഈസ്റ്റിലാണ്, സെറ്റ് ചെയ്യുന്നത് വെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ മോർണിംഗിൽ ഷാഡോ ഉണ്ടാവുക വെസ്റ്റിലാണ്, ഈവനിങ്ങിൽ ഷാഡോ ഉണ്ടാവുക ഈസ്റ്റിലാണ്. ഓക്കെ അല്ലേ? ഷാഡോ വരുന്നുണ്ടാവുക നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇപ്പൊ ഇവിടെയാണ് സണ്ണ് എന്നുണ്ടെങ്കിൽ എന്റെ ഷാഡോ വരുന്നുണ്ട് ബാക്കിലായിരിക്കില്ല, അവിടെ ബാക്കിലാണ് സണ്ണ് എന്നുണ്ടെങ്കിൽ എന്റെ ഷാഡോ വരുന്നുണ്ടാവുക ഫ്രണ്ടിലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് 54ാമത്തെ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നിർത്താം. ഈ ഒരു കൈൻഡ് ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് വരുന്നുണ്ടാവും. ഈ 54 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം കേട്ടോ. ഈ 54 ക്വസ്റ്റ്യൻസും കമ്പൾസറി ആയിട്ട് ചെയ്ത് നോക്കണേ. ഒരു ക്വസ്റ്റ്യൻ പോലെ സ്കിപ്പ് നിങ്ങൾ പുറത്തത്തെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, ഈ ടെക്സ്റ്റിലുള്ള ഈ 54 ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ പ്രാവശ്യങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന അറ്റംപ്റ്റിലെ മോക്ക് ടെസ്റ്റ് പേപ്പറിൽ ലോജിക്കൽ റീസണിംഗ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതും വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. ഇത് മതി, ലോജിക്കൽ റീസണിൽ അത് ഇനഫാണ് കേട്ടോ. എന്താണ് ഈ 4 ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, പിന്നെ ഈ മോക്ക് ടെസ്റ്റ് പേപ്പർ. ലോജിക്കൽ റീസണിങ്ങിൽ അത്ര മതി, സ്റ്റാറ്റിലും മാത്സിലും നിങ്ങൾ പുറത്തുനിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എ മാൻ സ്റ്റാർട്ടഡ് ടു വാക്ക് ഈസ്റ്റ്, ഒരു മാൻ ഈസ്റ്റിലേക്ക് നടക്കാൻ വേണ്ടി തുടങ്ങി. ഇതാണ് ഡയറക്ഷൻ വരുന്നത്, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇവിടെ അല്ല. അപ്പൊ ആ മാൻ ഈസ്റ്റിലേക്ക് നടക്കാൻ വേണ്ടി തുടങ്ങി. ആഫ്റ്റർ മൂവിങ് എ ഡിസ്റ്റൻസ് ഹീസ് ടേൺ ടു ഹിസ് റൈറ്റ്, അയാൾ നടക്കാൻ തുടങ്ങിയ ശേഷം അയാൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, റൈറ്റിലേക്ക് തിരിയാൻ വേണ്ടി പോവാം. റൈറ്റിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ആഫ്റ്റർ മൂവിങ് എ ഡിസ്റ്റൻസ് ഈ ടേൺ ടു ഹിസ് റൈറ്റ്, വീണ്ടും അയാൾ റൈറ്റിലേക്ക് തിരിയാൻ വരുമ്പോൾ അയാൾ ഈ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, വീണ്ടും അയാൾ റൈറ്റിലേക്ക് തിരിയാൻ പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഹിസ് റൈറ്റ് അഗൈൻ. ആഫ്റ്റർ മൂവിങ് എ ലിറ്റിൽ ഹി ടേൺ ഇൻ ദ എൻഡ് ടു ഹിസ് ലെഫ്റ്റ്, അയാൾ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. അയാൾ അവിടെ എൻഡ് ആയതിന്റെ ശേഷം അയാൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്നാണ് പറയുന്നത്. അയാൾ അവിടെ എൻഡ് ആയതിന്റെ ശേഷം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള ലെഫ്റ്റിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് തരും. ഓക്കെ, അയാൾ ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഇങ്ങോട്ടേക്കാണ്, വീണ്ടും അയാൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ഓക്കെ അല്ല? എൻഡ് ടു ഹിസ് ലെഫ്റ്റ് ഇൻ വിച്ച് ഡയറക്ഷൻ വാസ് ഹീസ് നൗ, ഇപ്പൊ അയാൾ ഏത് ഡയറക്ഷനിലാണ് ഉള്ളതെന്നാ ചോദിച്ചല്ലേ. ഇപ്പൊ അയാൾ ഏത് ഡയറക്ഷനിലാണ് ഉള്ളത്, സൗത്ത് ഡയറക്ഷനിലല്ലേ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി സൗത്ത് എന്ന് വരും, ഓപ്ഷൻ ബി സൗത്ത് എന്ന് വരും.
ഓക്കെ അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ കിലോമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ കിലോമീറ്ററും കൂടെ എഴുതി പോകുക, അല്ലെങ്കിൽ വായിക്കുന്നതിന് കൂടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് വീണ്ടും എഴുതുക, അങ്ങനെയൊന്നും ആവശ്യമില്ല. ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഡയറക്ഷൻ വരച്ചിട്ട് തുടങ്ങുക, ലാസ്റ്റ് എവിടെയാണ് എൻഡ് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. സമയം വെറുതെ ഫസ്റ്റ് വായിച്ച് പിന്നെ വരയ്ക്കുക, അങ്ങനെ ഇതാക്കണം. അതിൽ വായിക്കുന്നതിന്റെ കൂടെ തന്നെ വരച്ച് പോകട്ടെ. അപ്പോൾ കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കട്ടോ. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പോൾ താങ്ക് യു.